എന്റെ പൊന്നു നല്ല വെയിറ്റ് അല്ലേ അമ്മേ. എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന കക്ക കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? സാധാ കക്കയായിട്ട് വ്യത്യാസം എന്തായാലും തോന്നുന്നേ കാണുമ്പോൾ തന്നെ. സംഭവം വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആനക്കക്കയാണ്. ആനക്കക്ക സാധാരണ കക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസ് ഉണ്ടാവാറുള്ളൂ, അതിപ്പോൾ വെള്ളയാണെങ്കിലും കറുപ്പാണെങ്കിലും. പക്ഷേ ആനക്കക്കയുടെ സൈസ് നിങ്ങൾ നോക്കി, എൻ്റെ കൈയുടെ ഉള്ളിൽ, എൻ്റെ കൈ അത്യാവശ്യം വലിപ്പമുള്ള കൈയാണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഈ വലിപ്പം വരുന്ന കക്കകളാണ് ഈ ആനക്കക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്താണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞതും നമ്മുടെ കയ്യിൽ ഐറ്റം കിട്ടിയതും. അപ്പോൾ മൂന്നാലിനെ നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടിയായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് മൊത്തം നമ്മളത് കഴിഞ്ഞിട്ട് കളക്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഏകദേശം ഒരു 200ൻ്റെ അടുത്ത് ആനക്കക്കയാണ് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പരീക്ഷിച്ച് നോക്കണ്ടേ, എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പാത്രത്തിലുള്ള മുഴുവൻ ആനക്കക്കേനെയും നമ്മളിന്ന് റോസ്റ്റ് അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഈ വലിപ്പം കേട്ടോ വരുന്നത് കണ്ട. നമ്മളുടെ ഏകദേശം കൈപ്പത്തി വെച്ചാൽ ഞാൻ എൻ്റെ കണ്ണിൻ്റെ സൈസ് വെച്ച് കാണിച്ചു തരാം. കണ്ട, എൻ്റെ ഒരു കണ്ണ് മൂടിപ്പോണ അത്ര വലുപ്പത്തിലുള്ള കക്കയാണ് ഈ ഒരു കക്ക. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇറച്ചി ഉണ്ടാവും, കുറേ ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മൾ ഇതുവരെ ഇത് തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് ആനക്കക്ക റോസ്റ്റ്. അപ്പോൾ തുടങ്ങിയാലോ പരിപാടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി, നമ്മുടെ ആനക്കക്കേനെ നമുക്ക് കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. സംഭവം നല്ല ചെളിന്ന് എടുത്ത കാരണം നമ്മളൊരു 3 റൗണ്ടെങ്കിലും ഇത് കഴുകി എടുക്കണം കേട്ടോ, നമ്മൾ പുഴുങ്ങുന്നതിന് മുമ്പായിട്ട്. അപ്പം ഇനി നമ്മുടെ കക്ക കഴുകി എടുക്കണ പരിപാടി കേട്ടോ. ഫസ്റ്റ് റൗണ്ട് കഴുകലാണ്, ഞാൻ പറഞ്ഞൊരു 3 റൗണ്ടെങ്കിലും നമുക്ക് കഴുകി എടുക്കണം. സംഭവം ഈ കാണുന്ന 200 എണ്ണം നമ്മളിങ്ങനെ സെപ്പറേറ്റ് കഴുകി തന്നെ എടുക്കേണ്ട, കാരണം ഭക്ഷണ സാധനമാണ്, നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മളിത് കക്ക കഴുകി തുടങ്ങിയപ്പോൾ ഒരു താറാവ് ഇവിടെ നിന്നാണ്ട് വന്നിട്ടാ, ഡാ കക്ക വേണോ നിനക്ക്, വേണ്ടേ? അപ്പോൾ അത് കഴുകൽ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കക്കയൊക്കെ കഴുകി വൃത്തിയാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മുടെ കക്ക പുഴുങ്ങിയെടുക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ പുഴുങ്ങാനുള്ള വെള്ളം നമ്മളിത് ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പം ഇനി അടുപ്പ് കത്തിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പം ഇനി ചൂടായ വെള്ളത്തിലേക്ക് നമ്മുടെ ആനക്കക്കേനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ വെള്ളത്തിലേക്ക് കക്ക ഇട്ടപ്പോഴേക്കും കക്ക ചിലതൊക്കെ തുറന്നു തുടങ്ങിയിട്ടാ. പക്ഷെ മൊത്തത്തിൽ പെട്ടെന്ന് തുറന്നു വരാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ചു നേരം മൂടി വെച്ച് കഴിയുമ്പോഴേക്കും എല്ലാം തുറന്നു വരും. ഏകദേശം ഒരു പകുതിയോളം ഇപ്പൊ തന്നെ തുറന്നു വന്നുട്ടോ. എന്നാലും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് ഇവനിവിടെ കിടന്ന് കുക്കാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് ആയി നമ്മളത് തീയൊക്കെ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാ കക്കയും വായ തുറന്നിട്ടുണ്ട് കേട്ടോ. നോക്കി, കക്കകളൊക്കെ വായ തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഇറച്ചിയൊക്കെ അതേ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുകയാണ്. ഇപ്പം നല്ല ചൂടാണ്, ഇവനൊന്ന് തണുക്കട്ടെ. നമുക്ക് എന്തായാലും ഇത് ഇറക്കി വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കാം കേട്ടോ. അപ്പം ഇനി ഇവനെ നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി മാറ്റാട്ടോ. അപ്പം ഇനി കക്കയുടെ ഉള്ളിൽ നിന്ന് കക്കിറച്ചെടുക്കണ പരിപാടി കേട്ടോ. സംഭവം ഇപ്പോൾ നല്ല വെയിൽ കയറി വന്നേക്കാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ കക്കിറച്ചി പുറത്തേക്ക് വന്നേക്കാണ്. കണ്ട, നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ വലുപ്പമാണ് ഒരു ഇറച്ചിക്ക് വരുന്നത്. അതായത് നമ്മൾ സാധാരണ കക്കിറച്ചി എന്ന് പറഞ്ഞാൽ അത് ഇത്ര ഉണ്ടാവുള്ളൂ, പക്ഷേ ഇത് ഇത്ര വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഒരു കക്കയുടെ ഉള്ളിൽ തന്നെ 2 ഇറച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം വെന്ത് കഴിയുമ്പോൾ അങ്ങനെ വരുന്നതാണേ, ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. കണ്ടാ, നമ്മളെ കക്കെടുത്ത് മാറ്റുമ്പോൾ മിക്കവാറും ചിലതിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കൊഴിഞ്ഞ് വേറെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടക്കുകയാണ്.
സംഭവം നമ്മൾ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഓൾറെഡി ഒക്കെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നല്ല കക്കിറച്ചി വെന്തൊരു മണം, അത് പ്രത്യേക ഒരു രസമുള്ള മണമാണ്. അപ്പോൾ അതൊക്കെ വരുന്നുണ്ടേ. കണ്ട ചിലതൊക്കെ നല്ല വലിയ ഇറച്ചിയും കിട്ടുന്നുണ്ടേ. സാധാ കുഞ്ഞിക്കക്കെന്നാണെങ്കിലേ ഇങ്ങനെ പറക്കിയെടുക്കൽ ഭയങ്കര പാടാണ്, നമ്മൾ ഈർക്കലേക്ക് വെച്ച് കുത്തിയെടുക്കുക. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നേരെ തുറക്കുന്നു, സിമ്പിളായിട്ട് എടുക്കുന്നു, ഇടുന്നു, തൊണ്ട് മാറ്റുന്നു, അത്രേ ഉള്ളൂ കേട്ടോ പണി. ഇത് കണ്ട കുറച്ചിറച്ചിയൊക്കെ ഷെല്ലിൽ നിന്ന് മാറി താഴെ വീണ് കിടക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കുക, ഇടാം. കണ്ട നല്ല ഗുണ്ട് പോലത്തെ ഇറച്ചിയെ. ഇത് കണ്ട കക്കത്തോട് ക്രാഫ്റ്റ് വർക്കാട്ടോ, വെറുതെ ഇതിനുള്ളിൽ കുത്തി കയറ്റി വെച്ചാണേ. ഇനി ഇതിലെ തോട് മാത്രമേ ഉള്ളൂ, ഇറച്ചി മൊത്തം നമ്മൾ മാറ്റിയതാണേ. അങ്ങനെ ഏകദേശം ഒരു 200 ആനക്കൊക്കെ നമ്മൾ പുഴുങ്ങിയെടുത്ത് അതിൽ നിന്ന് കിട്ടിയ മീറ്റാണ് ഇത് ഈ കാണുന്നത് കേട്ടോ. വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2.5-3 കിലോ വെയിറ്റ് വരും ഈ മീറ്റിന്. അപ്പോൾ ദേ നമ്മളുടെ ഈ ഒരു ആനക്കൊക്കെ നമുക്ക് കിട്ടിയ ഇറച്ചിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ തോടിനെ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കിനൊക്കെ എടുക്കാം. അപ്പോൾ ഇനി ഈ ഇറച്ചിയിലാണ് ബാക്കി പരിപാടി വരുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ കക്കിറച്ചിയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരു കറുത്ത സംഭവം ഉണ്ടാവും, നമ്മൾ ഞെക്കി കളയും. ചില സ്ഥലങ്ങളിൽ ഞെക്കി കളയില്ല, പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഞെക്കി കളഞ്ഞിട്ടാണ് എടുക്കുക. ചിലർ പറയും അത് കളയണ്ടാന്ന്, പക്ഷേ എന്താ പറയുക, പല പല സ്പീഷീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഹാംഫുൾ അല്ലാതിരിക്കാനായിട്ട് അത് ഞെക്കി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ആനക്കക്കയിൽ അതെങ്ങനെ കളയുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇത് ആനക്കക്കയുടെ ഇറച്ചി മീറ്റ് ക്ലീനിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ ഒരു ഉണ്ടയായിട്ട് കണ്ട ഇങ്ങനെ വരും. അപ്പോൾ ആ കാണുന്ന കറുത്ത പോർഷനില്ലേ, അതാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ളത്. കണ്ട ഈ പോർഷൻ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ള മുട്ടയെ പോലത്തെ ഐറ്റം ഉണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഓരോന്നായിട്ട് എൻ്റെ അടുത്ത് നമ്മൾ കളയണം കേട്ടോ. അങ്ങനെ നമ്മളുടെ ഇറച്ചിയിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെറിയൊരു സൂത്രപ്പണി ഉണ്ട് ഇത് വെച്ചിട്ട്. ഇനി നമ്മുടെ കക്കിറച്ചി കഴുകിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴുകില്ല കേട്ടോ, നമുക്കൊരു 3 റൗണ്ടിലും കഴുകിയെടുക്കണേ. ഇനി നമ്മുടെ ആനക്കൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാനുള്ള എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സവാളയാണ് കേട്ടോ. സവാള നമ്മൾ കുനാന്ന് അരിഞ്ഞെടുക്കണേ. സവാള അങ്ങനെ കുനാന്ന് അരിഞ്ഞ് നമ്മുടെ സവാള മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ തക്കാളി അരിയാനുള്ള നേരായിട്ടാ. തക്കാളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം. തക്കാളി നമ്മൾ കുറച്ച് കൂടുതലെടുക്കണ്ട കേട്ടോ, എന്നാലേ കക്കയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. തക്കാളിയും പാത്രത്തിലേക്ക് തട്ടാട്ടാ. ഇനി നമ്മുടെ ഇഞ്ചി എടുത്ത് കുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കണേ. ഇനി ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. കക്ക റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും, അത് വേറെ ആരും ഇല്ല, നമ്മുടെ തേങ്ങയാണ്. അപ്പോൾ തേങ്ങയെ നമുക്ക് കൊത്താക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കൊത്താനുള്ള തേങ്ങ മുറിച്ചെടുക്കാം. തേങ്ങ കൊത്തിനെ പ്ലേറ്റിലേക്ക് തട്ടാട്ടാ. അപ്പം ഇനി ഇതേ പ്രിപ്പറേഷൻ ടൈമാണ്. നമ്മുടെ ആനക്കൊക്കെ ഇനി റോസ്റ്റ് ആക്കി എടുക്കുന്ന പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിതേ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച സവാള ഇടാനുള്ള നേരായി. ഇനി നമ്മുടെ പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി കൂടി കൊത്തി അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ മൂത്ത് വരുന്ന മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാലപ്പൊടി ഇടാൻ നേരായേ. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്.
നമ്മളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കക്കിടാൻ, അതായത് ആനക്കക്കിടാൻ നേരായേ. ഇനി നമ്മുടെ ആനക്കക്കേനെ നേരെ നമ്മുടെ മസാലയിലേക്ക് തട്ടാണ്. ഇനി നമുക്ക് ഇവനെ നമ്മുടെ മസാലയിൽ അങ്ങോട്ട് കുളിപ്പിക്കാം. ആഹാ, സംഭവം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയുടെ കൂട്ടത്തിൽ ഇവനെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല മണം വന്നു തുടങ്ങിയിട്ടിപ്പോ. ഓക്കെ, ഇത് നോക്കി, നല്ല അടിപൊളി മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ ആനക്കക്കയും മസാലയും കൂടി. കണ്ട ഒരു ആനക്കക്ക നോക്കിയിരിക്കണത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. ഈ മസാലയിൽ കിടന്ന് നമ്മുടെ ആനക്കൊക്കെ ഒന്ന് വെന്ത് വരണം. ഓൾറെഡി നമ്മുടെ ആനക്കൊക്കെ വെന്തതാണ്, പക്ഷെ മസാല കിടന്ന് ഒന്ന് പിടിച്ച് വരണ്ടേ, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതേ കണ്ട നല്ല കൊത്താന്ന് തിളച്ചു വന്നുകൊണ്ടിരിക്കുന്ന കണ്ട. ഇനി നമ്മുടെ തേങ്ങക്കൊത്തിൻ്റെ രംഗപ്രവേശനമായിട്ടാ. കൂടെ കുറച്ച് വേപ്പില എത്രത്തോളം ഇരിക്കണോ അത്ര ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആനക്കക്ക റോസ്റ്റ് നല്ല പരുവായിട്ടുണ്ട്. ഇത് നമ്മുടെ തീ കെടുത്താനുള്ള നേരായി. തീ കെടുത്തിയാലും ചട്ടിക്ക് ചൂടുണ്ടാവും. നമ്മളൊന്ന് ഇളക്കി സെറ്റാക്കി ഇതിൽ വെച്ചില്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. ഓക്കെ, ഒരു ജാതി കൊതിപ്പിക്കണം മണം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അങ്ങനത്തെ നമ്മളുടെ ആനക്കക്ക നമ്മൾ ഇതേന കുക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നുണ്ട്. കണ്ട ആനക്കക്ക നല്ല പരുവായിട്ട് നമ്മുടെ ചട്ടിയിൽ ഇരിപ്പുണ്ട്. മക്കളെ തുടങ്ങിയാലോ പരിപാടി? യെസ്. അപ്പൊ അതേ നമ്മുടെ ആനക്കക്ക ഒരെണ്ണം അവിടെ തുടങ്ങി വാരൽ തുടങ്ങിട്ടോ. നോക്കി ആനക്കക്കയുടെ വലിപ്പം നോക്കിയടാ, ഈ വലിപ്പത്തിലുള്ള കക്കാട്ടാ. കണ്ട മോനെ പോളി. എവിടെ ഷവർമ ഉണ്ടാക്കിയല്ലേ? ഞാനും ഉണ്ടാക്കട്ടെ ഷവർമ. പോളി സാധനം കേട്ടോ. ഓക്കെ, ഒരു 4 കക്ക എടുത്ത് വയ്ക്കാം. നമ്മൾ ഷവർമയാക്കാൻ പോവുകയാണ്. 3 കക്ക കറക്റ്റ് 4 എന്ന് പറഞ്ഞാണ്. ഇനി കുറച്ച് മസാല ഇട്ട ഇത് ചുരുട്ടി ഇങ്ങനെ പിടിക്കാം മോനെ. അടിപൊളി. കക്കയ്ക്ക് ഇച്ചിരി മുറുക്കുണ്ട്, പക്ഷെ ടേസ്റ്റ് മസാല പൊളി, എല്ലാം പൊളി. കാക്ക സൂപ്പർ. കാക്ക സൂപ്പർ. കക്കല്ല ആനക്കക്ക പൊളി സംഭവേ. നല്ല ടേസ്റ്റ്, അത്യാവശ്യം നല്ല എരിവ്. പൊറോട്ടയും ബീഫും പോലെ പുതിയൊരു കോംബോ. ആനക്കക്കയും പൊറോട്ടയും പൊളി സാധനം. റോളൊക്കെ തിന്നു കഴിഞ്ഞു. മക്കളെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടാ? തന്നെ എങ്ങനെയുണ്ട്? പൊളി.
അടിപൊളി ഒരു സാധനം. ഇന്ന് മൈക്കും വയ്ക്കുമെന്ന് പറയണം എല്ലാവരും. വിഷയം സംഭവല്ലേ ആനക്കക്ക. മോനെ കൊതി വരും കഴിച്ചു കഴിഞ്ഞാൽ അമ്മാതിരി ടേസ്റ്റ്. ആനക്കക്കയും പൊറോട്ടയും. നല്ല സൗണ്ട്. ബാക്കി പറ. അടിപൊളിയുണ്ട്. അതല്ല മറ്റേത് ജീവനാക്കേണ്ടതല്ല, അടിപൊളിയുണ്ട്. എവിടെയാണ് പറഞ്ഞത്? സംഭവം എന്തേ നല്ല ചൂടാണ്. നല്ല ആനക്കക്കയും കൂട്ടി പൊറോട്ടയും പിടിക്കണത്. ഹായ് വേറെ ഫീൽ വേണ്ട. ഒരു ആനക്കക്ക വയ്ക്കുമ്പോൾ തന്നെ ഒരു കൈ പൊറോട്ട നിറഞ്ഞു കണ്ടാ. മോനെ സംഭവം കിടുക്കി. എന്തായാലും കിട്ടണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. കളി കഴിഞ്ഞ് വരുന്നതാണ്. അപ്പൊ മച്ചാമാരെ എന്നത്തെ പോലെ നമ്മുടെ വീഡിയോ അതിന്റെ പേരായിട്ട് നേരെയൊക്കെയാണ്. പിള്ളേരുടെ നല്ല പോളിങ്ങാണ്. എന്തോടത്? വേണ്ട വേണ്ട, മോൻ കഴിച്ചോ. പാവം ക്യാമറ ഓഫ് ആയി വെച്ചിട്ട് വാരിയിട്ട് ചുരുട്ടിയാണ് നാളെ അറിയൂട്ടാ. അപ്പൊ എന്തായാലും നമ്മുടെ ആനക്കക്ക അടിപൊളിയായിരുന്നു. ആനക്കക്ക റോസ്റ്റ്. അപ്പൊ പല നാട്ടിൽ പല രീതിയിൽ കക്ക വയ്ക്കും. അപ്പൊ എനിക്ക് ഈ ഒരു രീതിയിൽ കക്ക വയ്ക്കണം എന്നിട്ട് ഇഷ്ടം. അപ്പൊ എന്തായാലും സംഭവം എന്തായാലും പൊളിച്ചില്ലേ? അടിപൊളി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ആനക്കക്കനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയണോട്ടെ, വീഡിയോ താഴെ കമന്റ് ചെയ്യണേ. പിന്നെ പല നാട്ടിലും പല പേരിലായിരിക്കും ഇത് അറിയപ്പെടാം. അപ്പോൾ അതിന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന പേര് കൂടി വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള നേരെ അയക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ പ്രവീൺ, അതുപോലെ ടീം M14നോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. ക്യാമറ ഉന്തി പടച്ചോ, ഇനി ഒന്ന് നോക്കണം. മറ്റേ ക്യാമറ